പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഹാനയാണ്. അപ്പം എന്തുകൊണ്ടാണ് പ്രൊമോഷൻ അഹാന വരാണ്ടിരുന്നത്? ഷൂട്ടിലാണോ? പ്രൊഡക്ഷനും PROസും എല്ലാവരും സംസാരിച്ചിരുന്നു, ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്നും പറഞ്ഞ്. ബട്ട് എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത്, ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ പുള്ളിക്കാരത്തി ഇപ്പോഴും അത് മേ ബി മറന്നിട്ടുണ്ടാവില്ല. 3 years കഴിഞ്ഞു ഇപ്പം. അങ്ങനെയാണെങ്കിലും ആഫ്റ്റർ ഓൾ 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് എനിക്കറിയില്ല. ഏതുകൊണ്ടും കൂടെ ഞാനിപ്പോഴാണ് ഈ കാര്യം അറിയണത്. അല്ല, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഞാൻ കയറി ചോദിക്കല്ല. ഇപ്പൊ ഈ ദീപുചേട്ടന്റെ കാര്യവും ഈ കാര്യവും എന്നുള്ള 2 കാര്യങ്ങൾ ഇപ്പോഴും ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നതാണെന്നും പറയുന്നു. അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രിയിൽ? നമ്മൾ സ്ഥിരം ഇതിന് മുമ്പിലായതുകൊണ്ടേ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷൻ തിരക്കാം. എന്താണെന്നറിയോ, നിങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ചാൽ ബെറ്ററാ. ഇത് ഫീഡിൽ വരുമ്പം ചോദ്യത്തിന് ചോദ്യമില്ല. ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ഇതിനു മുമ്പ് പല ഇൻസിഡൻസ്, ഷൈൻ ടോമിന്റെ ഒരു ചിത്രത്തിൽ ഒരു നായിക ഇതേപോലെ ചെയ്തിരുന്നു, ഫാസിന്റെ ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രൊമോഷന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണോ? തീർച്ചയായിട്ടും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നയന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം 2 കൂട്ടർക്കും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു മുറിയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പൊതുവെ ഒരിക്കലും നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പം ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ ക്രൂരൻ, നിങ്ങൾ മിററാണ്, നിങ്ങൾ ആവശ്യമാണ്. പക്ഷെ എന്റെ കാര്യത്തിന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിങ്ങളുടെ സഹായം വേണ്ട. അല്ല, ഒരു ആക്ടർ എന്നല്ല, ഒരു പ്രൊഡ്യൂസർ എന്ന ലെവലിൽ ചിന്തിച്ചു നോക്കിയാലോ? ഞാൻ അത് തന്നെ ചെയ്യും. ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എന്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിൽ പോയി കാണും. ഞാൻ മീഡിയയിൽ വന്ന് പറയാറുണ്ടോ? ഇപ്പൊ നയന ഇത്രയും കാലമായിട്ടും എന്റെ അറിവിൽ ഇല്ലായിരുന്നു. നയന ഇത്രയും കാലം ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ നാൻസി റാണി എന്ന് പറഞ്ഞ സിനിമ റിലീസാകുമ്പോൾ അതിന്റെ പ്രൊമോഷന് വരണം എന്നുള്ള എഗ്രിമെന്റ് ഒന്നും അഹാനയായിട്ട് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. നോർമലി നമ്മൾ എല്ലാവരും എഗ്രിമെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നതാണല്ലോ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം. മേ ബി എന്താണ് റീസൺ എന്ന് എക്സാക്ട്ലി എനിക്കും അറിയത്തില്ല. എനിവേ എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരുത്തുന്ന ഒരാളെ അത് മുഴച്ചു തന്നെ നിൽക്കും. ഏത് സിനിമയുടെ ആയിക്കോട്ടെ. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ, നാൻസി റാണി, ഇപ്പം ചേച്ചിക്കും സോൻ ചേട്ടനും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവനും അടുത്തവനെ കണ്ടപ്പോൾ മനുവിന് വേണ്ടി ഈ സിനിമ ഞങ്ങൾക്കൊക്കെ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ലാലേട്ടൻ ഇത് ഇറക്കുന്നു. അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്, ആൻഡ് വി ആർ വെരി താങ്ക്ഫുൾ. കാര്യം അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണും. സിനിമ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇറങ്ങാതിരുന്നൊരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ ഒരു മാസമാണ് കഴിഞ്ഞു പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര പ്രസക്തി ഉണ്ട്. അപ്പം നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്നും ആഗ്രഹിക്കാം. അജു ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ അജു ചേട്ടനോട് വളരെ റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണിത്. അർജുൻ അശോകൻ, ഈ പറഞ്ഞ പോലെ അഹാന കൃഷ്ണ, ധ്രുവൻ, നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു 36 പേരോളം ഇതിലുണ്ടെന്ന്. അജു ചേട്ടൻ തന്നെ ഞെട്ടി ഇങ്ങനെ ഓരോ ദിവസം സെറ്റിൽ ചെല്ലുമ്പോ ഓരോ ആൾക്കാര്. പക്ഷെ അത്രയും പേരുണ്ടായിട്ടും അജു ചേട്ടന് മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ ഈ പ്രസ് മീറ്റിന് വന്ന് ഇങ്ങനെ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ. ദേവി ചേച്ചി ട്രിവാൻഡ്രത്തും അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും. ദേവി ചേച്ചി അട്ടപ്പാടിയിൽ നിന്ന് വന്നതാ. സോജാനും ഞാനും പിന്നെ കൊച്ചിയിലുള്ളവരാണ്. അല്ല, അതിപ്പോ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് എടുത്തു. തീർച്ചയായിട്ടും ചേച്ചി എല്ലാവരും കേട്ടോ. അപ്പം അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
മറ്റുള്ളവർക്കൊക്കെ ഇപ്പൊ ലാൽ സാർ ഒരു പറഞ്ഞ ദിവസം ലാൽ സാറ് ചെന്നൈയിലാണ്. ശ്രീനി സാറിന് നമുക്കറിയാം, അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു പ്രൊമോഷൻ ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യമില്ല. അഹാനയുടെ കാര്യം ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു. അർജുൻ സുമതി വളവിന്റെ ഷൂട്ടിലാണ്, ധ്രുവൻ ഷൂട്ടിലാണ്. നാച്ചുറലി ഇന്നത്തെ ടൈമിങ്ങിനനുസരിച്ച് അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഈ പ്രസ് മീറ്റ്. ഇനി ഇത് പതുക്കെ പതുക്കെ മീഡിയയിലോട്ട് അറിയിക്കും തോറും ഏപ്രിൽ 18 എന്നുള്ളൊരു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഇവരിലൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. കാരണം ഇപ്പൊ ഇവിടെ പോസ്റ്ററിൽ പോലും കാണുന്നത് അഹാന കൃഷ്ണയുടെ മുഖമാണ്. എല്ലാ പോസ്റ്റേഴ്സിലും അജു ചേട്ടന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. അത് നാൻസി റാണി തീർച്ചയായിട്ടും. അപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു കൂടുതൽ ഒരാൾ വേണോ അല്ലേ? അതെ അതെ അതെ. അപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവായ ഒരാളാണ് അഹാന. അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ് മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാന്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവര് തന്നെ ഇന്റർവ്യൂവിൽ അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണലായിട്ട് ചെയ്ത കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പിന് എങ്ങനെയാണ് അജു ചേട്ടൻ നോക്കിക്കാണുന്നത്? ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന എന്നുള്ളത് ഇനിയും നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല. കാര്യം ഒരാളില്ല അല്ലെ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കണം. ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയിട്ട് പക്ഷെ അഹാനക്ക് പറയാം. അഹാന പറയുന്നത് ഇനി നമുക്ക് വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാര്യം മനു ഇല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോയിട്ട് കാര്യമില്ല, ഒരു ഡെഫിനറ്റ് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി മനു ആയിട്ടുള്ള ഒരു ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഞാൻ അയാളുടെ കൂടെയുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. അതെനിക്കിപ്പോ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മനസ്സിലായോ? അപ്പൊ അത് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞുതരാം. പക്ഷെ ആ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് സിനിമ സെക്കൻഡറി, ബന്ധമാണ് പ്രൈമറി. ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴിയാണ്. എന്റെ അവസാനത്തെ ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് എഗെയിൻ. അപ്പൊ എനിക്ക് പ്രൈമറിലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലിറ്റിൽ ഇമ്പോർട്ടന്റ്. അപ്പം അയാൾ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാളുടെ കൂടെ ചിരിച്ചതാണ്. കോവിഡ് സമയത്ത് അയാൾ എനിക്ക് EMI അടയ്ക്കാൻ സഹായിച്ച ആളാണ്. സോ ദാറ്റ്സ് ഇറ്റ്.